പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യെശയ്യാവിൻ്റെ പുസ്തകം 45 അധ്യായം 20 വാക്യം വായിക്കാം. വിഗ്രഹമായൊരു മരമെടുത്ത് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ സ്ഥാപിച്ച് കാണിച്ചു തരുവീൻ, അവൻ കൂടി ആലോചിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മാറിപ്പോകുന്നു കണ്ട് ദുഃഖത്തോടെ വിലപിച്ചുകൊണ്ട് യെരമ്യാ പ്രവാചകൻ പറയുകയാണ്, വിഗ്രഹമുള്ള ഒരു മരം എടുത്തുകൊണ്ട് നടക്കുക. ഒരു മരം, ഹല്ലേലൂയ, ഒരു മരത്തെ എടുത്തിട്ട് ആ മരത്തിൻ്റെ കുറച്ചു ഭാഗങ്ങൾ എടുത്ത് തീ കത്തിക്കുന്നു, കുറച്ചു ഭാഗങ്ങൾ എടുത്ത് ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നു, വേറെ ഒരു കുറച്ചു ഭാഗങ്ങൾ എടുത്ത് ഒരു ദേവനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ദേവന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ആ ഒരു ജനത്തെ നോക്കിക്കൊണ്ട് വിലപിക്കുന്ന ഒരു യെശയ്യാ പ്രവാചകനെയാണ് നമ്മൾ ഈ 45 അധ്യായത്തിൽ കാണുന്നത്. പ്രവാചകൻ പറയുകയാണ്, ഈ ജനങ്ങളുടെ ഹൃദയം ഇത്രയും മൂഢമായി പോയല്ലോ. അവർക്ക് ഹല്ലേലൂയ നിത്യനായ ദൈവത്തെ ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ അവർ ദൈവത്തെ അവർ മറന്നു കളഞ്ഞല്ലോ. ജനം എന്താണ് ഇങ്ങനെ തെറ്റിപ്പോകുന്നത് എന്ന് ദുഃഖത്തോടെ വിലപിക്കുന്ന ഒരു പ്രവാചകനാണ് നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത്. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ദൈവത്തെ വാസ്തവമായി ദൈവം ആരെന്ന് നമ്മൾ അറിയാതെ ഇരുന്ന കാലഘട്ടത്ത് ദൈവം നമ്മെ സ്നേഹത്തോടെ നമ്മെ എന്ത് ചെയ്യുന്നു? സ്നേഹത്തോടെ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. അവൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ പ്രകാശത്തെ സൃഷ്ടിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 60 അധ്യായത്തിൽ പറയുന്നു, അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, നിന്റെ മേലോ യഹോവ ഉദിക്കും. നമ്മുടെ മേല് ദൈവം ഉദിക്കുമ്പോൾ ദൈവം പ്രകാശമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ നമ്മൾ പ്രകാശമനായി തീരും. മോശ ദൈവത്തോടുകൂടെ വാസം ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ നേരെ നോക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ്റെ തൊക്കുകളെല്ലാം പ്രകാശപരമായിരുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ ഉദിക്കുമ്പോൾ നമ്മൾ പ്രകാശപരമാക്കും. പകൽ സൂര്യനല്ല നിനക്ക് പ്രകാശം തരുന്നത്, രാത്രി ചന്ദ്രനല്ല നിനക്ക് പ്രകാശം തരുന്നത്, ദൈവമാണ് നമുക്ക് പ്രകാശം തരുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം 60 അധ്യായത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശം തരുന്നത് ഹല്ലേലൂയ സൂര്യനും ചന്ദ്രനുമല്ല, വേറെ ഒരു മനുഷ്യനുമല്ല. നമുക്ക് പ്രകാശം തരുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, നീ പ്രസ്താവിക്കുന്നത് എന്ത് എന്ന് പറയുന്നവൻ അയ്യോ കഷ്ടം. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവന് നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആരാണ്? നമ്മെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം, അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ സംസാരിക്കുവാൻ കഴിയാത്ത വിഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോകരുതെന്ന് ദൈവം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് 115 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന മനുഷ്യന് അവയെ പോലെയാകുന്നു, അവൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അവർക്ക് അറിയാണ്, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. മനുഷ്യരുടെ കൈവേല തന്നെ. മനുഷ്യനാണ് ദൈവത്തെ ഉണ്ടാക്കുന്നത്. മനുഷ്യൻ ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയാണ്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണ് ഉണ്ടെങ്കിലും കാണുന്നില്ല. വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും വിഗ്രഹങ്ങൾ സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും അത് കാണുന്നില്ല. അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല.
തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിലെ ജനമേ, ദൈവത്തിന്റെ ജനമേ, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുക. അവൻ അത്ഭുതമന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. നമ്മൾ ദൈവത്തിലേക്ക് മാത്രം നോക്കി ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ വരും. ഹല്ലേലൂയ. ഈ സംസാരിക്കുവാൻ കഴിയാത്ത, കാണുവാൻ കഴിയാത്ത വിഗ്രഹങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കരുത് എന്ന് ദാവീദ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദാവീദിന്റെ ജീവിതയാത്രയിൽ ദാവീദിന്റെ അപ്പനും അമ്മയും അവനെ മറന്നുപോയി. ശമൂവേൽ പ്രവാചകൻ വന്ന് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി മക്കളെ എല്ലാവരെയും വിളിക്കുവാൻ പറഞ്ഞപ്പോൾ കഴിവ് കുറഞ്ഞവനായ ദാവീദിനെ അവന്റെ അപ്പനും അമ്മയും വിളിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൻ ദാവീദിന് ഒരു ഗുണമുണ്ടായിരുന്നു. എന്താണ്? അവൻ രാത്രി എന്നോ പകലെന്നോ നോക്കാതെ വനാന്തരത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വഭാവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെല്ലാവരെയും നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വനാന്തരത്തിലിരുന്ന് ഒരു ബാലൻ, ലോകപ്രകാരം ബുദ്ധിയില്ലാത്ത, ജ്ഞാനമില്ലാത്ത ആ ബാലനിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു കണ്ടു. അവനെ പൊക്കിയെടുത്ത് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ അപ്പനും അമ്മയും ചിലപ്പോൾ നമ്മളെ മറന്നുപോകും. നമ്മുടെ സ്വന്തക്കാർ നമ്മളെ മറന്നുപോകും. നമ്മുടെ വീട്ടിലും നമ്മുടെ ബന്ധക്കാരുമെല്ലാം നമ്മളെ മറന്നുപോയി എങ്കിലും ഹല്ലേലൂയ, വിശ്വസ്തയോടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാൻ, ദൈവത്തെ നമ്മൾ ആരാധിച്ച് ദൈവത്തിന്റെ നാമത്തിന് മൗഥനായി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മെ മറക്കാത്ത വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുകളും ദൈവം വരുത്തുകയില്ല എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അഹരോൻ ഗ്രഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവനവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവനവരുടെ സഹായവും പരിചയമാകുന്നു. നമ്മൾ യഹോവ ഭക്തന്മാരാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. അവൻ നമ്മുടെ സഹായമാണ്, അവൻ നമ്മുടെ പരിചയമാണ്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ചെറിയവരെയും വലിയവരുമായ യഹോവ ഭക്തന്മാരായ എല്ലാവരെയും ദൈവം സ്വർഗത്തിൽ നിന്ന് വാഴ്ത്തി നമ്മെ അനുഗ്രഹിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ആകാശഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മനയിലിരിക്കുന്നവരും അവർ യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ നമ്മളെ സൃഷ്ടിച്ചവനായ, നമ്മളെ മെനഞ്ഞവനായ നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ അല്ല ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത്. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിനക്ക് തരുന്നത്. നിത്യമായ സമാധാനം ഹല്ലേലൂയ ആണ് ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. പ്രവാചകൻ വീണ്ടും നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ ഈ ബിംബങ്ങളെ ആരാധിച്ച് നിങ്ങൾ വിഡ്ഢികളായി തീരരുത്. ഹല്ലേലൂയ. നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുകയാണ്. ഒരു സത്യദൈവം, ഹല്ലേലൂയ, ഒരു സത്യദൈവമുണ്ട്. നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിക്കൂ എന്ന് പോവുകയാണ്.
ബിംബത്തെ ആരാധിക്കുന്നവര് യെശയ്യാ 45:16 പറയുന്നു, അവരെല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരന്ന് പോകും. നമ്മൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹത്തെ ആരാധിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലജ്ജിച്ചു പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകുമെന്ന് പറയുകയാണ്. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അവനെ തന്നെ. അവനെ നമ്മൾ ഉണ്ടാക്കി അവയിൽ ആരാധിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാശമാണ് വരുന്നത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മളെ കുറിവാക്യത്തിലേക്ക് വീണ്ടും വരാം. വിഗ്രഹമായ ഒരു എടുത്ത് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാതെ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് അറിവില്ല. നമ്മൾ വിഗ്രഹത്തെ ആരാധിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിവില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കണം. കർത്താവ് ദൈവം ഞങ്ങളോട് മനസ്സറിയണം. കർത്താവ്, ഞങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാതെ, ഹല്ലേലൂയ, അതിനെ സേവിക്കാതെ, അതിനെ മുഖത്തേക്ക് നോക്കാതെ, ഹല്ലേലൂയ, അദൃശ്യനായ ഒരു ദൈവം, ആകാശഭൂമി ഉണ്ടാക്കിയ ഒരു ദൈവം, ആ ദൈവത്തെ മാത്രം ആശ്രയിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാണ്. ഭൂമി അവൻ മനുഷ്യർക്ക് തന്നിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടുത്താവേ, ആമേൻ.